ഹായ് യോൾ, ആദ്യമായി വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. യോൾ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2026 ലേറ്റസ്റ്റായി ഇറങ്ങിയ സമന്ത കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന മായിൻ്റെ ബംഗാരം എന്ന സിനിമയുടെ കഥയാണ്. ഇന്നത്തെ വീഡിയോയിൽ കറക്റ്റ് സീനൊന്നും ആഡ് ചെയ്യില്ല, കഥ മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ള സുഹൃത്തുക്കൾ മാത്രം കാണുക. കഥ ആരംഭിക്കുന്നത് വീട്ടുകാരൊക്കെ എതിർത്ത് വിവാഹം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാരായ സ്വർണയെയും അനിരുദ്ധിനെയും കാണിച്ചുകൊണ്ടാണ്. സ്വർണയ്ക്ക് സ്വന്തം ബന്ധമെന്ന് പറയാൻ ആരും തന്നെയില്ല. പക്ഷെ അനിരുദ്ധ അങ്ങനെയല്ല. അനിരുദ്ധിൻ്റേത് നാട്ടിൽ തന്നെ പേരുകേട്ട വലിയ കുടുംബമാണ്. അതുകൊണ്ട് തന്നെയാണ് വീട്ടുകാരെ ഒഴിച്ച് കല്യാണം കഴിച്ചതിനാൽ അനിരുദ്ധിൻ്റെ വീട്ടുകാരെല്ലാം അവനെ ഒഴിവാക്കിയത്. ഈ അനിരുദ്ധ് ഒരു ഡോക്ടറാണ്. സ്വർണയ്ക്ക് ബന്ധുക്കളെല്ലാം വേണമെന്ന് വലിയ ആഗ്രഹമാണ്. എന്നാലോ അനിരുദ്ധിൻ്റെ വീട്ടുകാർ അവരോട് മിണ്ടത്ത് പോലുമില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം അനിരുദ്ധിന് കുടുംബത്തിൽ നിന്നൊരു ഇൻവിറ്റേഷൻ കിട്ടുന്നു. അവൻ്റെ സഹോദരിയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു. ഇൻവിറ്റേഷൻ കിട്ടിയതും അനിരുദ്ധിന് ഒരുപാട് സന്തോഷമാകും. സ്വർണയെയും കൂട്ടി നാട്ടിലേക്ക് പോകാൻ തയ്യാറാകുകയാണ് അനിരുദ്ധ്. അവരെ കൂട്ടിക്കൊണ്ടു പോകാനായി എത്തുന്നത് അനിരുദ്ധിൻ്റെ സഹോദരനായ ശരത്തായിരുന്നു. ഈ ശരത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. രണ്ടാളും വീട്ടിലേക്ക് എത്തുന്നു. ആദ്യമായാണ് സ്വർണയെ അനിരുദ്ധിൻ്റെ വീട്ടുകാർ കാണുന്നത്. സ്വർണയെ കാണുന്ന വീട്ടുകാരാണെങ്കിലോ അവളെ തന്നെ നോക്കി നിൽക്കുന്നു. പക്ഷെ ആർക്കും തന്നെ സ്വർണയെ വലിയ താല്പര്യമൊന്നുമില്ല. മുറപ്രകാരമുള്ള വിവാഹമല്ലല്ലോ നടന്നത്. അനിരുദ്ധിൻ്റെ അച്ഛനും അമ്മയ്ക്കും സ്വർണയോട് നല്ല വെറുപ്പായിരുന്നു. കുടുംബത്തിൽ നല്ലൊരു കാര്യം നടക്കാൻ പോകുന്നത് കൊണ്ട് മാത്രമാണ് അവരെ എല്ലാവരെയും ക്ഷണിച്ചത്. എല്ലാവരുടെയും സ്നേഹം പിടിച്ചു വാങ്ങണമെന്ന് സ്വർണ തീരുമാനിക്കുന്നു. സ്വർണയെക്കുറിച്ച് ആർക്കും അങ്ങനെ അറിയാത്തതുകൊണ്ട് എല്ലാവരും അവളെ അടുത്ത് വിളിച്ചിരുത്തി സംസാരിക്കാൻ ആരംഭിക്കുന്നു. സ്വർണയോട് അവളുടെ കുടുംബത്തിനെ പറ്റി ചോദിക്കുമ്പോൾ എനിക്ക് സ്വന്തമെന്നോ ബന്ധമെന്നോ പറയാൻ ആരും തന്നെയില്ല, താനൊരു അനാഥാശ്രമത്തിലാണ് വളർന്നത് എന്നും അങ്ങനെയാണ് അനിരുദ്ധിനെ പരിചയപ്പെട്ടതും വിവാഹം കഴിച്ചതെന്നും സ്വർണ പറയുന്നു. അത് കേട്ടതോടുകൂടി അവരുടെയൊക്കെ മനസ്സിൽ വെറുപ്പ് കൂടുകയാണ് ചെയ്യുന്നത്. മാത്രവുമല്ല, അവർ പേരുകേട്ട കുടുംബമായതുകൊണ്ട് തന്നെ അവൾക്ക് ഈ കുടുംബത്തിൻ്റെ ചിട്ടകളും കാര്യങ്ങളുമൊക്കെ അറിയാവോ എന്ന് നോക്കാൻ പൂജകളെക്കുറിച്ചും ആഹാരമുണ്ടാക്കുന്നതിനെക്കുറിച്ചും കുടുംബത്തിലെ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അവർ സംസാരിക്കും. പക്ഷെ സ്വർണയ്ക്ക് അതൊന്നും തന്നെ അറിയത്തില്ല. അനാഥാശ്രമത്തിൽ വളർന്നതുകൊണ്ട് തന്നെ അവൾക്ക് ഫുഡുണ്ടാക്കുന്നതിനെക്കുറിച്ചോ കുടുംബത്തിലെ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ അവൾക്കറിയില്ല. ആ ഒരു കാര്യം കൂടി കേൾക്കുമ്പോൾ അനിരുദ്ധിൻ്റെ വീട്ടുകാർക്ക് വീണ്ടും അവളോടുള്ള വെറുപ്പ് കൂടി വന്നു. ഇതെല്ലാം മനസ്സിലാക്കിയ സ്വർണയ്ക്ക് എങ്ങനെയെങ്കിലും അവരുടെയൊക്കെ സ്നേഹം പിടിച്ചു കെട്ടണം എന്നും എല്ലാവരും തന്നെ സ്നേഹിക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ടാകും. അതിനുവേണ്ടി എന്തു വേണമെങ്കിലും ചെയ്യണമെന്ന് സ്വർണ തീരുമാനിക്കും. പക്ഷെ ആ കുടുംബത്തിൻ്റെ ചിന്താഗതി ഒരു നല്ല പെൺകുട്ടി എന്നാൽ നന്നായിട്ട് ആഹാരമുണ്ടാക്കാനും ദൈവത്തെ പൂജിക്കണം, വീട്ടിൽ ആരൊക്കെയുണ്ടോ അവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ചെയ്തു കൊടുക്കണം. അതാണ് ഒരു കുടുംബത്തിൽ പിറന്ന പെൺകുട്ടി ചെയ്യുന്നത് ആയിട്ട് അവർ കണക്കാക്കി വെച്ചേക്കുന്നത്. പക്ഷെ ആഹാരം പാകം ചെയ്യാനൊന്നും സ്വർണ്ണയ്ക്കറിയില്ലല്ലോ. സ്വർണ്ണ അതൊക്കെ പഠിക്കാനും എന്ന് തീരുമാനിക്കുന്നു. എല്ലാവരും എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം കണ്ട് പഠിക്കുകയും ഒക്കെ സ്വർണ്ണ ചെയ്യുന്നുണ്ട്. ഒന്നും വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത സ്വർണ്ണ വീട്ടുകാർ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ നോക്കി പഠിക്കുകയാണ്. രാവിലെ എല്ലാവരും എണീറ്റുടനെ തന്നെ പൂജ നടത്തും. പക്ഷെ പൂജ നടത്താൻ സ്വർണ്ണയ്ക്ക് അറിയില്ല. സ്വർണയോട് തുളസിമാല എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ അവൾക്കത് എവിടെയായിരിക്കുന്നതെന്ന് പോലും അറിയില്ല. മാത്രവുമല്ല, കുടുംബത്തിലെ വിവാഹം കഴിഞ്ഞ സ്ത്രീകളെല്ലാം പൂജ കഴിഞ്ഞുടനെ താലിയിൽ കുങ്കുമം വയ്ക്കുന്നത് പതിവാണ്. എല്ലാവരും കുങ്കുമം വയ്ക്കാൻ വേണ്ടി താലി എടുക്കുമ്പോൾ സ്വർണയുടെ താലിമാല മാത്രം കാണുന്നില്ല. അവൾ അത് ബെഡ്റൂമിൽ ഊരി വെച്ചേക്കുവാണ്. അതുകൂടി ആയപ്പോൾ വീട്ടുകാർക്ക് വീണ്ടും അവളോട് ദേഷ്യം കൂടുന്നു. ഇതെല്ലാം മറികടന്ന് ഞാൻ എങ്ങനെയായി ഇവരുടെ മനസ്സിൽ ഇടം പിടിക്കുക എന്ന ടെൻഷനായിരുന്നു സ്വർണയ്ക്ക്. എന്നാൽ അവിടെ സ്വർണയ്ക്ക് ഭീഷണിയായത് മറ്റൊരാളായിരുന്നു. അത് മറ്റാരുമല്ല, രണ്ടാമത്തെ മരുമകളായ അനസൂയ. അത് അനിരുദ്ധിൻ്റെ സഹോദരനായ ശരത്തിൻ്റെ ഭാര്യയായിരുന്നു. അനിരുദ്ധ് സ്വർണയുമായി ഒളിച്ചോടിപ്പോയതിൽ പിന്നെ അവിടെ നടന്ന മുറപ്രകാരമുള്ള വിവാഹമാണ് അവരുടേത്. വീട്ടുകാരെല്ലാവരും ചേർന്ന് ആലോചിച്ചാണ് അവരുടെ വിവാഹം നടത്തിയത്. അതുകൊണ്ട് തന്നെ അനസൂയയോട് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് നാളുകളായി കുടുംബത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അനസൂയയ്ക്ക് കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ തന്നെ അറിയാം. അവൾക്ക് പൂജ ചെയ്യാനറിയാം, പാചകം അറിയാം, ഓരോരുത്തർക്കും എന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കി ചെയ്തു കൊടുക്കാനും അറിയാം.
പക്ഷെ നമ്മുടെ സ്വർണ്ണയ്ക്ക് ഇതൊന്നും തന്നെ അറിയില്ല. അതുകൊണ്ട് എല്ലാവരെയും ഇമ്പ്രസ് ചെയ്യാനായിട്ട് എല്ലാം തന്നെ ഒറ്റയ്ക്ക് ചെയ്യുവാനായിട്ട് സ്വർണ്ണ തീരുമാനിക്കും. പക്ഷെ അനസൂയാണെങ്കിൽ സ്വർണ്ണയെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അപമാനിക്കാനായിട്ട് കരുതി കൂട്ടി നന്നായിട്ട് പാചകം ചെയ്യും, എല്ലാം ചെയ്യും. ഇതൊന്നും അറിയാതെ സ്വർണ്ണ ട്രൈ ചെയ്ത് പണി കിട്ടിയ അവസ്ഥയിലാണ് നന്നായി കുക്ക് ചെയ്ത് പഠിക്കാൻ കൂട്ടുകാരിയെ വിളിക്കുന്നത്. നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുമായിരുന്നു. സ്വർണ്ണ കൂട്ടുകാരിയെ വിളിച്ച്, നീ എന്നെ ഒന്ന് സഹായിക്കുമോ? ഞാൻ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? എനിക്കിപ്പോഴാണ് ഒരു നല്ല കുടുംബത്തെ കിട്ടിയിരിക്കുന്നത്. നല്ലൊരു കുടുംബമാണ്. എനിക്കിവിടെ എങ്ങനെയെങ്കിലും കയറി പറ്റണം, അവരുടെ മനസ്സിൽ ഇടം പിടിക്കണം. അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നീ എന്നെ ഒന്ന് സഹായിക്കുമോ? എനിക്ക് വേണ്ടി ഒന്ന് ഫുഡ് ഉണ്ടാക്കി തരുമോ എന്നൊക്കെ സ്വർണ്ണ ചോദിക്കുമ്പോൾ, ഏയ് എനിക്കതിന് പറ്റില്ലടി. എനിക്ക് എൻ്റെ ഭർത്താവിനെ കാണാതെ ഒരു ദിവസം പോലും പറ്റില്ല. അദ്ദേഹത്തിൻ്റെ കാര്യമൊക്കെ ഞാനാ നന്നായിട്ട് നോക്കുന്നത്. ഞാൻ അവിടേക്ക് വന്നാൽ എങ്ങനെയാ അതൊക്കെ ശരിയാകുന്നത് എന്ന് കൂട്ടുകാരി പറയുന്നു. കൂട്ടുകാരി വരാൻ തയ്യാറാകാത്തത് കൊണ്ട്, അനാഥാശ്രമത്തിലായിരുന്നപ്പോൾ ഞാനല്ലേ നിനക്ക് ചോക്ലേറ്റ് കേക്ക് കൊണ്ടുവരുന്നേ എന്നൊക്കെ പറഞ്ഞ് താനൊരു അനാഥയല്ലേ, സെൻറ്റിമെൻറ്റ്സ് ഒക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ കൂട്ടുകാരിയെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു. പക്ഷെ വീട്ടിലേക്ക് എങ്ങനെ കൊണ്ടുവരും എന്ന് പറഞ്ഞ് വീടിൻ്റെ അടുത്തൊരു ലോഡ്ജിൽ കൊണ്ട് താമസിപ്പിക്കുന്നു. കൂട്ടുകാരി പറയുന്നത്, ഞാൻ എല്ലാ ദിവസവും ഫുഡ് ഉണ്ടാക്കി തരാം, നീ അത് ആരും അറിയാതെ അത് വീട്ടിൽ കൊണ്ടുപോയി അവർക്ക് വിളമ്പി കൊടുക്കണം. അല്ലാതെ ഞാൻ പറഞ്ഞു തരുന്നതനുസരിച്ച് നീ പാചകം ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ ശരിയാകണമെന്നില്ല. ഇതിനിടയ്ക്ക് നീ പൂജയൊക്കെ കണ്ടുപഠിച്ച് നന്നായിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതനുസരിച്ച് അങ്ങനെ ചെയ്യാമെന്ന് സ്വർണ്ണ തീരുമാനിക്കുന്നു. അവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ കൂട്ടുകാരി ആഹാരമൊക്കെ പാചകം ചെയ്ത് സ്വർണ്ണയെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നു. സ്വർണ്ണ രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് റെഡിയായി പൂജയൊക്കെ ചെയ്തതിന് ശേഷം എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നു. എല്ലാവർക്കും ഭക്ഷണമൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്നു. അങ്ങനെ ദിവസങ്ങളൊക്കെ കടന്നു പോകുന്നു. ഇത് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയിരിക്കെ കൂട്ടുകാരിക്ക് മാർക്കറ്റിൽ സാധനം വാങ്ങാൻ നിൽക്കുകയായിരുന്നു സ്വർണ്ണ. അവളെ ആരും ഫോളോ ചെയ്യുകയാണ്. അത് സ്വർണ്ണയ്ക്ക് മനസ്സിലായി. എത്ര തന്നെ അവരെ വെട്ടിച്ചു പോകാൻ നോക്കിയിട്ടും അവർ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് കരുതി തന്നെ ഫോളോ ചെയ്യുന്ന ആളുടെ അടുത്തേക്ക് സ്വർണ്ണ ചെന്നിട്ട്, ആരാടാ നീ, നിനക്ക് എന്താ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ, നീ ജാൻസിയല്ലേ എന്നാണ് അയാളുടെ മറുപടി. അത് കേട്ടതും സ്വർണ്ണയ്ക്ക് വല്ലാതെ ദേഷ്യം വരും. ഞാൻ ജാൻസി ആണെങ്കിലും അല്ലെങ്കിലും നിനക്കെന്താ, ഇനിയും എൻ്റെ പിന്നാലെ വന്നു കഴിഞ്ഞാൽ നിന്നെ കൊല്ലുമെന്ന രീതിയിലാണ് സ്വർണ്ണ സംസാരിക്കുന്നത്. അത് കേട്ട് സ്വർണ്ണയുടെ കൂട്ടുകാരി വരെ പേടിച്ചു പോകും. അവനും അവിടെ നിന്ന് പോകുകയാണ്. എന്നാൽ അയാൾ നേരെ വരുന്നത് ജയിലിലേക്കായിരുന്നു, കർണ എന്നൊരാളെ കാണുവാൻ വേണ്ടി. ഞാൻ ഇന്നൊരു പെണ്ണിനെ കണ്ടു, അവളെ കാണാൻ ജാൻസിയെ പോലെ തന്നെയുണ്ട്. പക്ഷെ അവൾ ജാൻസി ആണോ അല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല എന്നും അയാൾ പറയുന്നുണ്ട്. ഒരു കാര്യം ചെയ്, അവൾ ജാൻസി അല്ല എന്നുണ്ടെങ്കിൽ നീ അവളെ കൊന്നുകള. അഥവാ അവൾ ജാൻസി ആണെങ്കിൽ അവൾ നിന്നെ കൊന്നോളും എന്ന് കർണ പറയുന്നു. കർണ പറഞ്ഞതനുസരിച്ച് ജാൻസിയുടെ അടുത്തേക്ക് പോകുകയാണ് അവൻ്റെ കൂട്ടാളികൾ. എന്നാൽ മറ്റൊരു വശത്ത് സ്വർണ്ണ തൻ്റെ കൂട്ടുകാരുടെ അടുത്ത് നിന്നും ഫുഡൊക്കെ റെഡിയാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന പരിപാടിയിലാണ്. തൻ്റെ വീടിൻ്റെ പരിസരത്ത് വണ്ടിയുടെ സൗണ്ടൊക്കെ സ്വർണ്ണ കേൾക്കുന്നു. ഈ സമയത്ത് എങ്ങനെ ഇവിടെ വണ്ടി വരാൻ എന്നൊക്കെ അവൾ ചിന്തിച്ചു നോക്കുന്ന സമയത്താണ് ഗേറ്റിന് മുൻപിൽ കൂടെ കുറേ ആൾക്കാർ വരുന്നത്. അതിൽ സ്വർണ്ണയെ ഫോളോ ചെയ്ത ആളുമുണ്ടായിരുന്നു. അതുകൂടെ ആയപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് സ്വർണ്ണയ്ക്ക് മനസ്സിലായി. അവരാണെങ്കിൽ സ്വർണ്ണയ്ക്കടുത്തേക്ക് വരുന്നു. നീ ജാൻസി അല്ലേ എന്ന് ചോദിച്ചു. അല്ലെന്ന് ഞാൻ എത്ര തവണ പറയണമെന്ന് സ്വർണ്ണ പറയുമ്പോൾ ഉടനെ തന്നെ സ്വർണ്ണയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണവൻ. എന്നാൽ സ്വർണ്ണ വിട്ടുകൊടുക്കുമോ? ഇല്ല, അവളും തിരിച്ചു തല്ലുകയാണ്. ഒരുവിധം കഷ്ടപ്പെട്ട് ജീവൻ തിരിച്ചു പിടിച്ചാണ് വന്നവർ എല്ലാവരും തന്നെ തിരിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുന്നത്. സാധാരണ ഒരു വീട്ടിൽ ജീവിക്കുന്ന പെൺകുട്ടി, തനിക്കും ഒരു കുടുംബം വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി ഇതുപോലൊരു ഫൈറ്റിൽ ഇങ്ങനെ തല്ലുമോ? അവളുടെ പിന്നിലൊരു കഥ കാണുമല്ലോ. സ്വർണ്ണയുടെ ഫൈറ്റെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന കൂട്ടുകാരി, നീ എന്താ ഇങ്ങനൊക്കെ, നീ ആരാ എന്നൊക്കെ കൂട്ടുകാരി ചോദിക്കുന്നു. നേരെ കർണയ്ക്കടുത്തേക്ക് എത്തുന്ന കൂട്ടാളികൾ അവൾ എന്നെ തിരിച്ചു തല്ലി എന്ന കാര്യം ഒക്കെ പറയുന്നു. നിന്നെ തിരിച്ചു തല്ലിയിട്ടുണ്ടെങ്കിൽ അത് ജാൻസി തന്നെയാണെന്ന് കർണ പറയുന്നു. അങ്ങനെ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങാനുള്ള എല്ലാം ചെയ്യുന്നു.
ജാൻസിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞതിൽ പിന്നെയാണ് ജയിലിൽ നിന്നിറങ്ങാനുള്ള ആഗ്രഹം കർണയ്ക്കുണ്ടായത്. ഇത്രയും നാൾ ജയിലിൽ നല്ല പിള്ളയെ പോലെ കഴിഞ്ഞ ആളാണ് ഈ കർണ. കർണ ജയിലിൽ വെച്ച് തന്നെ ഗ്യാസ് കുറ്റികൊണ്ട് ചെറിയൊരു ബ്ലാസ്റ്റ് ഉണ്ടാക്കുന്നു. അതിൽ 19 പേര് മരണപ്പെട്ടു പോകുന്നു. താനും ആ കൂട്ടത്തിലുണ്ടെന്ന് വരുത്തി തീർത്ത് ജയിലിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയാണ് കർണ ചെയ്യുന്നത്. മറ്റൊരു ഭാഗത്ത് സ്വർണയുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളൊക്കെ കണ്ട് കൂട്ടുകാരി നീ ആരാ, നിനക്ക് പിന്നിൽ എന്തെങ്കിലും കഥയുണ്ടോ എന്നൊക്കെ കൂട്ടുകാരി ചോദിക്കുന്നു. അപ്പോഴാണ് താൻ ആരാണ് എന്നൊക്കെ സ്വർണ തുറന്നു പറയുന്നത്. ആരോരുമില്ലാത്ത 2 കുട്ടികളാണ് സ്വർണയും കൂട്ടുകാരിയും. ഒരു അനാഥാശ്രമത്തിലാണ് വളർന്നത്. എന്നാൽ ഒരിക്കൽ സ്വർണയുടെ കൂട്ടുകാരിയെ ഒരു കുടുംബം വന്ന് ദത്തെടുത്തു കൊണ്ടുപോകുകയാണ്. അന്ന് മുതൽ സ്വർണ ഒറ്റയ്ക്കാണ് വളർന്നത്. സ്വർണയ്ക്ക് കൂട്ടുകാരെന്ന് പറയാൻ ആരും തന്നെ ഇല്ലായിരുന്നു. എന്നാൽ ആ ഒരു ഓർഫനേജിലെ ഹെഡ് പിള്ളേരെന്ന് പോലും നോക്കാതെ അവരോടെല്ലാം വളരെ മോശമായാണ് പെരുമാറുന്നത്. അപ്പോൾ സ്വർണ ഇതൊന്നും ശരിയല്ല എന്ന് മനസ്സിലാക്കി ആരും അറിയാതെ ഓർഫനേജിൽ നിന്നും രക്ഷപ്പെട്ടു പോയി. പിന്നീട് അങ്ങോട്ട് പല ജോലികളും ചെയ്താണ് അവൾ ജീവിച്ചത്. പക്ഷേ ഓരോ ആളുകളും അവളുടെ അടുത്തേക്ക് വരുന്നത് മോശം കണ്ണോടുകൂടിയാണ്. വരുന്നവരെല്ലാം അവളോട് മോശമായി തന്നെ പെരുമാറുന്നു. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തു നിന്നും അവൾ രക്ഷപ്പെട്ട് അവസാനം അവൾക്കൊരു ലോഡ്ജിൽ ജോലി കിട്ടുന്നു. ആ ലോഡ്ജിലുള്ളവരും അവളോട് മോശമായി പെരുമാറുന്നു. അങ്ങനെ ഇവരുടെ ഇടയിൽ താൻ ജീവിച്ച് എങ്ങനെ പോകുമെന്ന് ചിന്തിക്കുന്ന ടൈമിലാണ് കുറച്ച് പേര് അവിടേക്ക് വരുന്നത്. അവർ സർക്കാരിനെതിരെ പോരാടുന്ന കാട്ടിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്, ഏതാണ്ട് ഈ മാവോയിസ്റ്റിനെ പോലെ. അവരെ കാണുമ്പോഴാണ്, അവരുടെ കൂടെയുള്ള 2 സ്ത്രീകളെ കാണുമ്പോഴാണ് എന്ത് ധൈര്യമാണിവർക്ക്, ഇവരെ പോലെ ഈ സമൂഹത്തിൽ ജീവിക്കണം എന്നൊക്കെ സ്വർണയ്ക്ക് തോന്നുന്നത്. അവരോടൊക്കെ സ്വർണ കുറേ കാര്യങ്ങൾ ചോദിച്ചു പഠിച്ചു. അങ്ങനെയിരിക്കെ ആ ലോഡ്ജിൻ്റെ ഓണർ സ്വർണയോട് മോശമായി പെരുമാറുന്നു. അവൾക്ക് വളരെ ദേഷ്യം വരുന്നു. അയാളെ നല്ല പഞ്ഞി കിടിക്കുന്നു. വീണ്ടും ആ ലോഡ്ജിൽ നിന്ന് രക്ഷപ്പെട്ട് നേരെ എത്തുന്നത് ഈ ഗ്യാങ്ങിനൊപ്പം കാട്ടിലേക്കാണ്. ആ ഗ്യാങ്ങിൻ്റെ ഹെഡാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന കർണ. അവർക്കൊപ്പം വന്നു ചേരുകയാണ് സ്വർണ. പക്ഷെ ആ സമയത്താണ് കുറേ കാര്യങ്ങൾ അവൾക്ക് മനസ്സിലാകുന്നത്. എന്തെന്നാൽ ഗവൺമെൻറ്റിനെ എതിർക്കുകയല്ല ഇവർ ചെയ്യുന്നത്, എന്നാൽ കർണ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങി തൻ്റെ കൂട്ടത്തിലുള്ളവരെ തന്നെ ഒറ്റിക്കൊടുക്കുകയാണ് എന്ന് സ്വർണയ്ക്ക് മനസ്സിലായി. ഇയാളെ ഇനി ഇതുപോലെ മുന്നോട്ട് വിട്ടുകഴിഞ്ഞാൽ ശരിയാകില്ല, ഇവനെ പൂട്ടണം എന്നിവൾ തീരുമാനിക്കുന്നു. ഇവൻ്റെ ഇടപാടുകളെല്ലാം കണ്ടുപിടിച്ച സ്വർണ കർണ എവിടെയുണ്ട്, എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യമെല്ലാം പോലീസിൽ അറിയിക്കുന്നു. അങ്ങനെയാണ് കർണയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ആ ഒരു കൂട്ടത്തിൽ നിന്ന് പിന്നീട് സ്വർണ രക്ഷപ്പെട്ടു പോരുകയും ചെയ്തു. അതിനുശേഷമാണ് നല്ല പയ്യനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ച് നന്നായിട്ട് ജീവിക്കണമെന്ന് തീരുമാനിച്ച് അനിരുദ്ധിനെ കണ്ടുപിടിച്ച് പ്രണയിച്ച് കല്യാണം കഴിച്ചത്. ഇതൊക്കെയാണ് സ്വർണയുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഇതെല്ലാം സ്വർണ കൂട്ടുകാരിയോട് തുറന്നു പറയുകയാണ്. അങ്ങനെ സ്വർണ ഇപ്പോൾ തൻ്റെ കുടുംബമായിട്ട് നല്ല സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. പക്ഷെ ജയിലിൽ നിന്ന് വരുന്ന കർണ നേരെ എത്തുന്നത് സ്വർണയെ കാണാൻ വേണ്ടിയാണ്. അവനൊപ്പം ഉണ്ടായിരുന്നപ്പോഴൊക്കെ കർണയ്ക്ക് സ്വർണയെ നല്ല നോട്ടമുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അവളെ തൻ്റെ ബെഡ്റൂമിലെത്തിക്കണം, അത് മാത്രമാണ് കർണയുടെ ലക്ഷ്യം. പക്ഷേ ഇതൊന്നും നടന്നില്ല. അതിനു മുൻപ് അവൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. ഇപ്പോൾ വിവാഹമൊക്കെ കഴിച്ച് ജീവിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ സ്വർണയുടെ അടുത്തേക്ക് എത്തിയ കർണ പറയുന്നത്, നീ ഇപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുകയാണല്ലേ, നീ ഒരാളെ വിവാഹവും കഴിച്ചു. ഷോ, നിന്നെ എൻ്റെ അടുത്തേക്ക് വരുത്തണമെന്ന്, നിന്നെ സ്വന്തമാക്കണമെന്നും എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു എന്നൊക്കെ കർണ പറയുന്നു. അത് കേൾക്കുന്നതും സ്വർണയ്ക്ക് വല്ലാതെ ദേഷ്യം വരികയാണ്. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നപ്പോൾ തന്നെ കർണയ്ക്ക് സ്വർണയെ ബെഡ്റൂമിലെത്തിക്കണമെന്നുണ്ടായിരുന്നുവല്ലോ. ഇതെല്ലാം സ്വർണയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. കർണ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടുള്ള സ്വർണയുടെ മറുപടി, ദേ നോക്ക് കർണ, ഒറ്റ കൊടുത്തതൊക്കെ ഞാൻ തന്നെ, പക്ഷേ അതെല്ലാം കഴിഞ്ഞു. ഞാനിപ്പോൾ വിവാഹം കഴിച്ച് നല്ല സന്തോഷമായിട്ട് ജീവിക്കുകയാണ്, എന്നെ വെറുതെ വിടണം എന്ന് സ്വർണ പറയുന്നു. അത് കേൾക്കുന്ന കർണ ഓക്കെ ശരി വെറുതെ വിടാം എന്നും പറയുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞെങ്കിലും അവളെ വെറുതെ വിടുവാൻ ആയിട്ട് കർണ തീരുമാനിച്ചിരുന്നില്ല. കർണയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും സ്വർണയെ സ്വന്തമാക്കണമെന്ന് മാത്രമായിരുന്നു. അവളെ എങ്ങനെയെങ്കിലും ടോർച്ചർ ചെയ്യണമെന്ന് കർണ തീരുമാനിക്കുന്നു.
മാത്രവുമല്ല, ഒരു കാര്യം കൂടി കർണ സ്വർണയെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നിന്റെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ നീ സ്വർണയായിരിക്കുമോ അതോ ജാൻസി ആയിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് തൻ്റെ കുടുംബത്തിന് മേൽ എന്തൊക്കെയോ ചെയ്യാനായിട്ട് കർണ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് സ്വർണയ്ക്ക് മനസ്സിലായി. എന്നാൽ മറ്റൊരു വശത്ത് അനിരുദ്ധിൻ്റെ അച്ഛനെ കാണിക്കുകയാണ്. അനിരുദ്ധിൻ്റെ അച്ഛനാണെങ്കിൽ പഴയ MLA മാറ്റി പുതിയ MLA കൊണ്ടുവരാനുള്ള പ്ലാനൊക്കെ ചെയ്യുകയാണ്. ഒരുപാട് അഴിമതികളൊക്കെ ചെയ്തതിൻ്റെ തെളിവുകൾ എല്ലാം അനിരുദ്ധിൻ്റെ അച്ഛൻ്റെ കൈകളിലുണ്ട്. എവിഡൻസ് കളക്ട് ചെയ്ത് ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. അതെല്ലാം പഴയ MLAക്ക് വളരെ നന്നായി അറിയാം. CM ആണെങ്കിൽ നാട്ടിലേക്ക് വരികയാണ്. ആ ഒരു ദിവസം തന്നെ ഇതെല്ലാം തെളിവോടുകൂടി CMനോട് പറഞ്ഞ് പഴയ MLA മാറ്റിയിട്ട് പുതിയ MLA തിരഞ്ഞെടുക്കാൻ പറയണം. അതാണ് അനിരുദ്ധിൻ്റെ അച്ഛൻ്റെ പ്ലാൻ. ഇതെല്ലാം പഴയ MLA മനസ്സിലാക്കുന്നു. പഴയ MLA നേരെ ചെല്ലുന്നത് കർണയുടെ അടുക്കലേക്കാണ്. ഇതെല്ലാം കർണയോട് പറഞ്ഞു. കർണ ചോദിക്കുന്നു, നിങ്ങൾക്കിപ്പോൾ എന്താണ് വേണ്ടത്? CM വരുന്ന ദിവസം ഇതൊന്നും പുറത്തറിയരുത്. അതുമാത്രമല്ലേ, അത് ഞാൻ നോക്കിക്കൊള്ളാം. പകരം നിങ്ങളുടെ കുറച്ചാളുകളെ എനിക്ക് വിട്ടുതരണം എന്ന് കർണ പറയുന്നു. അടുത്ത ദിവസം CM വരികയാണ്. CMനെ കാണിക്കാൻ എവിഡൻസ് ഒക്കെ ആയിട്ട് പോവുകയാണ് അനിരുദ്ധിൻ്റെ അച്ഛൻ. ഇതെല്ലാം സ്വർണ കാണുന്നുണ്ട്. മാത്രവുമല്ല, കർണയെ സ്വർണയ്ക്ക് വളരെ സംശയമുള്ളതിനാൽ ഈ കാര്യത്തിൽ അവൻ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് സ്വർണയ്ക്ക് നല്ല സംശയമുണ്ട്. അവൾ വിചാരിച്ചതുപോലെ തന്നെ കർണയാണെങ്കിലോ അനിരുദ്ധിൻ്റെ അച്ഛനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആളുകളെയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. CM എത്തുന്ന ഫംഗ്ഷനും നടക്കുകയാണ്. എന്നാൽ അവിടേക്ക് സ്വർണ എത്തുന്നു. എന്നാൽ ഒരു ബസ്സിനുള്ളിലാണ് കർണ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകളെല്ലാം ഇരിക്കുന്നത്. ആ ബസ്സിലേക്ക് കയറിയ സ്വർണ പറയുന്നത്, എൻ്റെ അമ്മായിയച്ഛനെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഈ ബസ്സിലിരിക്കുന്ന ആരെയും ഞാൻ വെറുതെ വിടില്ല, കൊന്നുകളയുമെന്നാണ്. എന്നാൽ ബസ്സിലുള്ള എല്ലാവരും സ്വർണയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. എന്നാൽ സ്വർണ എല്ലാവരെയും തിരിച്ചടിച്ച് മടക്കിയിടുന്നുണ്ട്. അതിനു മുമ്പേ തന്നെ സ്വർണ ബസ് ഡ്രൈവറോട് പറയുന്നുണ്ട്, ഈ ബസ് ഒരു സ്റ്റോപ്പിലും നിർത്തരുത്, ബസ് എടുക്കണമെന്ന്. അതുപോലെ തന്നെ അയാൾ ബസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ബസ്സിലുള്ള ഓരോരുത്തരെയും അടിച്ച് ചിതറിക്കുകയാണ് സ്വർണ ചെയ്യുന്നത്. കർണയ്ക്കൊപ്പം കുറച്ചുനാൾ ഉണ്ടായതുകൊണ്ട് തന്നെ കർണയുടെ പ്ലാൻ സ്വർണയ്ക്ക് വളരെ വ്യക്തമായി മനസ്സിലായത്. അങ്ങനെ സ്വർണം തൻ്റെ വീട്ടിലെത്തുന്നു. കല്യാണ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. അവിടേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായാണ് കർണ കടന്നു വരുന്നത്. സ്വർണയുടെ മാമനാണ് എന്ന് കള്ളം പറയുകയാണ് കർണ. കർണയ്ക്ക് എന്തോ ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കിയ സ്വർണ, അതെ ഇതെൻ്റെ മാമനാണെന്ന് പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നിന്നെ ഇതിനു വേണ്ടിയിട്ടാണോ ഞാൻ എൻ്റെ ടീമിലേക്ക് കൊണ്ടുവന്നത്? ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചത്. നീ ഇവിടെ സാമ്പാറും വിളമ്പിക്കൊണ്ട് നടക്കുകയാണല്ലേ? നീ എൻ്റെ കൂടെ വാ, നിന്നെ ഞാൻ എല്ലാവരും അറിയപ്പെടുന്നത് ആളാക്കാം. ഇന്ന് രാത്രി തന്നെ എൻ്റെ കൂടെ വരണം എന്നും കർണ പറയുന്നു. പക്ഷേ അത് കൂട്ടാക്കാൻ സ്വർണ ശ്രമിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ എൻ്റെ ആളുകൾ ഇവിടെ വരും എന്ന് കർണ പറയുന്നു. ഈ വീട്ടിലുള്ള ഒരെണ്ണം പോലും ജീവനോടെ കാണില്ല എന്നും എല്ലാവരെയും ഞാൻ കൊല്ലുമെന്നും കർണ ഭീഷണിപ്പെടുത്തുന്നു. നീ എൻ്റെ കൂടെ വരണം, ഇല്ലെങ്കിൽ എല്ലാവരെയും ഞാൻ കൊല്ലും എന്നും കർണ വിരട്ടുന്നു. കുടുംബത്തിലുള്ളവർക്ക് കർണയാൽ ഒരു പ്രശ്നം വരാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ സ്വർണ നേരെ പോകുന്നത് തൻ്റെ ഭർത്താവായ അനിരുദ്ധിൻ്റെ അടുത്തേക്കാണ്. സ്വർണ എല്ലാ കാര്യങ്ങളും തന്നെ ഭർത്താവായ അനിരുദ്ധിനോട് തുറന്നു പറയുന്നു. എത്ര നാൾ ആ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നു എന്നും എന്താണ് താൻ അവിടെ ചെയ്തതെന്നും എന്തിനാണ് താൻ അവിടെ നിന്ന് പിരിഞ്ഞു പോയതെന്നും എങ്ങനെയാണ് എന്നെല്ലാം സ്വർണ വിശദമായി പറയുന്നു. മാത്രമല്ല കർണ എന്തൊക്കെയാണ് പറഞ്ഞതെന്നും കർണ കാരണം കുടുംബത്തിലൊരു പ്രശ്നം വരാൻ പോവുകയാണ് എന്നൊക്കെ സ്വർണ തുറന്നു പറയുന്നു. അനിരുദ്ധിനോട് മാത്രമല്ല സ്വർണ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്, കുടുംബക്കാരോടെല്ലാം സ്വർണ ഇതൊക്കെ പറയുന്നു. അതോടുകൂടി എല്ലാവർക്കും സ്വർണയോട് വളരെയധികം ദേഷ്യം വരുന്നു. നീ ഇങ്ങനെയുള്ള ഒരാളായിരുന്നു എന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല. മാത്രവുമല്ല നീ കാരണം ഈ കുടുംബത്തിന് വലിയൊരു പ്രശ്നം വരാൻ പോവുകയാണെന്നും പറഞ്ഞ് സ്വർണയെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നു. പക്ഷെ അത്രയും പേരും കുറ്റം പറഞ്ഞിട്ടും അനിരുദ്ധിൻ്റെ അച്ഛൻ മാത്രം സ്വർണയെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ രാഷ്ട്രീയത്തിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിന് ഒരുപാട് പ്രശ്നം വന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ആരും തന്നെ എന്നോട് അതിൻ്റെ പേരിൽ ദേഷ്യപ്പെട്ടിട്ടില്ല, വെറുപ്പ് കാണിച്ചിട്ടില്ല. കാരണം ഈ ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ. കാരണം അതുകൊണ്ടാണ് നിങ്ങളെല്ലാം എന്നോട് ക്ഷമിച്ചത്. അതുപോലെ തന്നെ സ്വർണയും നമ്മുടെ കുടുംബത്തിലെ അംഗമാണ്. അതുകൊണ്ട് സ്വർണയെ നമ്മൾ നമ്മുടെ കൂടെ നിർത്തി സപ്പോർട്ട് ചെയ്യണമെന്ന്
അച്ഛൻ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സ്വർണ്ണയ്ക്ക് വളരെ സന്തോഷമാവുകയാണ്. ഒരുപാട് പേർ തന്നെ കുറ്റപ്പെടുത്തിയിട്ടും തനിക്ക് താങ്ങായി തണലായി വന്നത് ഇതായിപ്പോൾ അനിരുദ്ധിൻ്റെ അച്ഛനാണ്. അനിരുദ്ധിൻ്റെ അച്ഛൻ പറയുന്നതോടുകൂടി കുടുംബത്തിലുള്ള എല്ലാവരും സ്വർണ്ണയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. നീയും ഞങ്ങളുടെ കുടുംബത്തിൽ അംഗമാണ്, ഇനി നിനക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങളുണ്ട് എന്നും എല്ലാവരും പറയുന്നു. അന്നേ ദിവസം രാത്രി കർണയുടെ ആളുകൾ വീട്ടിലേക്ക് വരികയാണ്. അതും പഴയ MLAയുടെ ആളുകൾ. കർണ പുറത്തു നിന്ന് തൻ്റെ കൂട്ടാളികളെയെല്ലാം അകത്തേക്ക് പറഞ്ഞു വിടുന്നു. സ്വർണ്ണയും സ്വർണ്ണയുടെ കുടുംബാംഗങ്ങളുമെല്ലാം അവരോട് പോരാടുവാനായി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അകത്തേക്ക് വരുന്ന ഗുണ്ടകൾക്കൊപ്പം വളരെ വലിയ ഫൈറ്റ് തന്നെ നടക്കുന്നു. എല്ലാവരും പോരാടി പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ ഒരു ഘട്ടത്തിൽ സ്വർണ്ണയുടെ അമ്മായിയച്ഛന് ഒരുത്തൻ്റെ കത്തി കൊണ്ട് കുത്തേൽക്കുന്നു. മാത്രവുമല്ല ശരത്തിനെ ഷൂട്ടും ചെയ്യുന്നു. അത് കാണുന്നതോടുകൂടി സ്വർണ്ണയ്ക്ക് ആകെ സങ്കടമാകുന്നു. തനിക്ക് വേണ്ടിയാണല്ലോ ഇവർ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്ന് ചിന്തിച്ച് എല്ലാവരോടും ഒറ്റയ്ക്ക് പോരാടുവാനായി തീരുമാനിക്കുന്നു സ്വർണ്ണ. തൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് അവൾ ആവശ്യപ്പെടുന്നത്. നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങനെ ഞങ്ങൾ പോകുമെന്ന് വീട്ടുകാർ ചോദിക്കുമ്പോൾ ഞാനിതെല്ലാം നോക്കിക്കൊള്ളാം, നിങ്ങൾ സേഫായിട്ട് പുറത്തേക്ക് പോകാൻ മാത്രമാണ് സ്വർണ്ണ ആവശ്യപ്പെടുന്നത്. അതനുസരിച്ച് എല്ലാവരും പുറത്തേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് ഒറ്റയ്ക്കാണ് സ്വർണ്ണ ഗുണ്ടകളുമായി ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. വളരെ വലിയ ഫൈറ്റ് തന്നെ നടക്കും. ആ നടന്ന ഫൈറ്റിൽ സ്വർണ്ണ എല്ലാവരെയും അടിച്ചു നിരപ്പാക്കുന്നു. എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കിയ കർണ താൻ അകത്തേക്ക് പോകാം എന്ന് തീരുമാനിക്കുന്നു. അകത്തേക്ക് കടക്കുകയാണ് കർണ. പിന്നീട് അങ്ങോട്ട് അവർ രണ്ടുപേരുമായിട്ട് ഫൈറ്റ് ആണ് നടക്കുന്നത്. പക്ഷെ ഇത്രയും നേരവും കർണയുടെ കൂട്ടാളികളോടൊപ്പം പോരാടി നിന്നതുപോലെ സ്വർണ്ണയ്ക്ക് കർണയോട് പോരാടി നിൽക്കാൻ സാധിക്കുന്നില്ല. രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റിനൊടുവിൽ സ്വർണ്ണയെ ഒരുപാട് അവശയാക്കുകയാണ് കർണ ചെയ്തത്. എന്നാൽ അവശയായ സ്വർണ്ണ കയ്യിൽ കിട്ടിയ കത്തി കൊണ്ട് കർണയ്ക്കിട്ട് ഒരെണ്ണം കൊടുത്തു. അതോടുകൂടി കർണ തളർന്നു വീഴുകയാണ്. എന്നാൽ അതേസമയം കർണയുടെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു. അതുപയോഗിച്ച് സ്വർണ്ണയെ ഷൂട്ട് ചെയ്യുകയാണ് കർണ ചെയ്യുന്നത്. സ്വർണ്ണയുടെ വയറ്റിൽ വെടിയേൽക്കുകയും ചെയ്തു. അതോടുകൂടി സ്വർണ്ണയും തളർന്നു താഴെ വീഴുകയാണ്. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞില്ലേ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കാനും കഴിഞ്ഞില്ല, ഒരുമിച്ച് മരിക്കാൻ പോവുകയാണല്ലോ എന്നും കർണ പറയും. എന്നാൽ ഇത് കേട്ട് സ്വർണ്ണ കർണയോട് ചോദിക്കും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി കരയാൻ എൻ്റെ കുടുംബക്കാരുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ട്, പക്ഷെ നിനക്ക് വേണ്ടിയിട്ട് കരയാൻ ആരുണ്ട്? അത് കേൾക്കുന്ന കർണ ഒരു നിമിഷം അതെല്ലാം ആലോചിച്ച് സങ്കടപ്പെടുകയാണ്. അങ്ങനെ കർണ അവിടെ വെച്ച് മരണപ്പെട്ടു പോകുന്നു. സ്വർണ്ണ ജീവന് വേണ്ടി പോരാടുന്ന ആ ഒരു സീൻ അവിടെ വെച്ച് കട്ടായി. പിന്നെ കാണിക്കുന്നത് അനിരുദ്ധിൻ്റെ സഹോദരിയുടെ വിവാഹ ചടങ്ങുകളാണ്. എല്ലാം നടക്കുന്നു. വിവാഹമൊക്കെ മംഗളകരമായി കഴിയുകയാണ്. വിവാഹമൊക്കെ കഴിഞ്ഞ് അനിരുദ്ധിൻ്റെ സഹോദരി നടന്നു വന്ന തുളസിത്തറയുടെ അരികിലേക്ക് എത്തുന്നു. എന്നിട്ട് പതിവ് പോലെ അവൾ മംഗളമൊക്കെ അവിടെ നിന്ന് പാടുന്നു. അതേ സമയമാണ് നമ്മുടെ സ്വർണ്ണ ഇത് അവിടേക്ക് വരുന്നു. സ്വർണ്ണയ്ക്കിപ്പോൾ ജീവനും ജീവിതവും ഒക്കെ തിരികെ കിട്ടിയിരിക്കുകയാണ്. സ്വർണ്ണയും വന്ന് മംഗളം പാടുന്നു. ഇതൊക്കെ നീ എങ്ങനെ പഠിച്ചു എന്ന് കുടുംബക്കാർ ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ പഠിച്ചു എന്നും അങ്ങനെ സ്വർണ്ണയെ ആ ഒരു കുടുംബത്തിലെ അംഗമായി അവരെല്ലാം സ്വീകരിച്ചിരിക്കുകയാണ്. ആ ഒരു കുടുംബത്തിലെ തങ്കമെന്ന് വേണമെങ്കിലും സ്വർണ്ണയെ ഇപ്പോൾ പറയാം. അവളെ ഇപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അതോടുകൂടി മൈൻഡി ബംഗാര എന്ന ഈ തെലുങ്ക് സിനിമയുടെ അവസാനം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു.